ടു അർജുൻസ് ടെക് ടിപ്സ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യമായി പറയുന്നത് നമ്മുടെ സെറ്റിങ്സ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഏറ്റവും അടിയിലായിട്ട് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിളിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുന്നതാണ്. അതിനുശേഷം ഇതിൽ നിന്ന് സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന ഏറ്റവും അടിയിലത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതാണ് വരുന്നത്. അതിനകത്ത് സെർച്ച് അസിസ്റ്റൻ്റ് ആൻഡ് വോയിസ് എന്ന ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇതിനകത്ത് ഓരോരോ സെറ്റിങ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ഹേ ഗൂഗിൾ ആൻഡ് വോയിസ് മാച്ച്, രണ്ടാമത് വന്നിരിക്കുന്നത് ലാംഗ്വേജസ്, ലോക്ക് സ്ക്രീന്, പേഴ്സണൽ റിസൾട്ട് എന്നിവയാണ്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹേ ഗൂഗിൾ ആൻഡ് വോയിസ് മാച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇത് ഓൺ അല്ലെങ്കിൽ നിങ്ങളിതൊന്ന് ഓണാക്കുക ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇത് പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് എഴുതിയേക്കുന്ന പോലെ തന്നെ നമ്മളൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഗൂഗിൾ 4 പ്രാവശ്യം പറഞ്ഞ് അതിൻ്റെ അടിയിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു വരയിൽ വന്ന് ഒരു കളർ വന്ന് നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് നിങ്ങൾ ഏതൊക്കെ ലൈൻ പറഞ്ഞെന്ന്. അങ്ങനെ ഫുൾ പറഞ്ഞ ഒരു മഞ്ഞ കളറിലെ ഒരു കളറാവും നമ്മൾ പറഞ്ഞിടം മൊത്തം. ഇങ്ങനെ 4 പ്രാവശ്യം ഹേ ഗൂഗിൾ, ഓക്കെ ഗൂഗിൾ പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആക്റ്റീവ് ആക്കാം. ഇപ്പോൾ എൻ്റെ ഇത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനിയും അടുത്ത് ഞാൻ ഐ എഗ്രി കൊടുത്താൽ നമ്മുടെ വോയിസ് ഇവിടെ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ വോയിസ് മാച്ച് അതർ ഡിവൈസിലും ആക്കാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് അതർ ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇത് വായിക്കടിക്കുമ്പോൾ രണ്ടാമത് വരുന്ന ഇതാണ് ലാംഗ്വേജ്. നമുക്ക് ലാംഗ്വേജ് മാറ്റാൻ സാധിക്കും. ഇങ്ങനെ ഇതിലൂടെ ലാംഗ്വേജ് ഇപ്പോൾ എൻ്റെ മലയാളമാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ആക്കാൻ സാധിക്കുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ കുറേ ഇംഗ്ലീഷ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇംഗ്ലീഷ് ഇന്ത്യ എന്ന ഒരു ഇത് വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി വേറെ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് വേറെ ഒരു ലാംഗ്വേജും കൂടി ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാനിപ്പോൾ മലയാളം സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് മലയാളം സെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അതേസമയം മലയാളം ഫസ്റ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് വരുന്നത് ലോക്ക് സ്ക്രീൻ എന്നത്. ലോക്ക് സ്ക്രീൻ എന്നത് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇതിന് ലോക്ക് ഇട്ടിട്ടില്ല ഞാൻ. അത് ലോക്കില്ലാതെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് വെച്ചിട്ട് നമുക്കിത് അൺലോക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ലോക്ക് സ്ക്രീനിലും പ്രവർത്തിക്കുന്നതാണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു ഓപ്ഷനാണ് റുട്ടീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത്. നമുക്കിപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പം തിങ്കളാഴ്ച എന്നെ ചെടി നനയ്ക്കാൻ ഓർപ്പിക്കണം, അങ്ങനെ വല്ലതും കാര്യങ്ങൾ നമ്മുടെ റിമൈൻഡർ പോലെ തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ടെൽ മീ അബൌട്ട് ദ വെദർ, ടെൽ മീ അബൌട്ട് ദ ടുഡേയ്സ് കലണ്ടർ, ഇതൊക്കെ വരുന്നതാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ റിമൂവ് ആക്ഷൻ ചെയ്ത് ഇത് കളയാവുന്നതാണ് വേണമെങ്കിൽ മാത്രം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ടെൽ മീ എ ജോക്ക്, ടെൽ മീ അബൌട്ട് കമ്മ്യൂണിറ്റി, അഡ്ജസ്റ്റ് മീഡിയ പോലെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാൻ പറ്റും ആക്റ്റീവ് റുട്ടീൻ എന്നത്. അപ്പോൾ ഞാൻ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ന്യൂ റുട്ടീൻസ് ഏറ്റവും ടോപ്പിലായിട്ട് ന്യൂ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് സ്റ്റാർ ആക്സ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഇതിനകത്ത് ഇങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന മ്യൂസിക്കുകൾ പ്ലേ ചെയ്യാനായിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം നോട്ട് ഡിഫോൾട്ട് പ്രൊവൈഡറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കിപ്പോൾ വേറൊരു ആപ്ലിക്കേഷനും ഇല്ല, ഇത് വേറെ ഇത്ര ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് മ്യൂസിക് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പാട്ടുകൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ പാട്ടുകളുടെ ആ ഒരു ഫസ്റ്റ് ഇതിനോട് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നതാണ്. ആ പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നതാണ്.
അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക.